ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വെണ്ടയ്ക്ക കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു നാടൻ കറിക്കൂട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വെണ്ടയ്ക്ക കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരതെല്ലാം ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇതിനായിട്ടൊരു 10-12ഓളം വെണ്ടയ്ക്ക, ഒരുപാട് വലിയ വെണ്ടയ്ക്കല്ല, ഒരു മീഡിയം ടൈപ്പ് എടുത്തിട്ട് രണ്ട് അറ്റവും കട്ട് ചെയ്ത് മാറ്റിയിട്ട് അത്യാവശ്യം നീളമുള്ള പീസാക്കി കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഒരു ചട്ടി എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഒരു ചെറിയ സവോള അല്ലെങ്കിൽ ഒരു 8-10 ചെറിയ ഉള്ളി, വലിയ സവോളയാണെങ്കിൽ അരമുറി മതിയാവും, അരിഞ്ഞ് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഒരു 3-4 പച്ചമുളക്, ഒരുപാട് എരിവുള്ള പച്ചമുളകാണെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് അളവ് കുറയ്ക്കാം. സവോളയൊക്കെ ചേർത്ത് പച്ചമുളകും ചേർത്ത് ഒരുപാടങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുശേഷം നമുക്കിതിനകത്തേക്ക് ഇതുപോലെ വലിപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ജസ്റ്റ് അതൊന്ന് വഴറ്റാം. ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്ക അങ്ങ് ഒരുപാട് ചെറിയ പീസാക്കരുത്, ഒരുപാടങ്ങ് കനം കുറച്ചെടുക്കാൻ വേണ്ട, ഈ ഒരു വലിപ്പത്തിൽ മതിയാവും. ഇനി ഇതിനകത്തേക്ക് ഒരു 1-2 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് ഒന്ന് വഴറ്റാം. ജസ്റ്റ് ഒരു മിനിറ്റ് അത്രയും മതിയാവും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ഒരുപാട് ചേർക്കില്ല. അപ്പോൾ എരിവിന് പച്ചമുളകിൻ്റെ അളവാണ് കൂട്ടുകയോ കുറയ്ക്കുകയോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ആ ഒരു പച്ചമുളകിൻ്റെ എരിവാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. മുളക് പൊടിയുടെ ആ കളറ് ജസ്റ്റ് ഒരു പേരിന് വേണ്ടിയിട്ട് ചേർത്തു എന്ന് മാത്രം, അല്ല അത് നമ്മൾ ചേർക്കുന്നുണ്ട്. കാരണം മുളക് പൊടിയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഇത് കളറ് മാറും, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളമാണ്. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി നേരത്തെ തന്നെ മാറ്റി വയ്ക്കണം. എന്നിട്ട് നന്നായിട്ട് ഞെരടി പിഴിഞ്ഞ് ആ വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ചേർത്ത് ഒരു മിനിറ്റ് ജസ്റ്റ് നമുക്കൊന്ന് വഴറ്റാം. അതിനുശേഷം ഞാൻ ഇതിനകത്തേക്ക് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം തന്നെ കുതിരാൻ വെച്ച് കഴിഞ്ഞാൽ ഈ സമയം ആകുമ്പോഴത്തേക്കും അത് കുതിർന്ന് കിട്ടും. നന്നായിട്ട് ഞെരടി പിഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഒരുപാട് വലിപ്പമുള്ള പുളിയല്ല, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ അത് മതിയാവും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് ഈ പുളിവെള്ളത്തിൽ കിടന്ന് നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വരണം. ഉടഞ്ഞു പോകുന്ന പരുവാവരുത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുക്കുക, വീണ്ടും അടച്ച് വയ്ക്കാം. ഇനി നമുക്കിതിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇതിനായിട്ട് ഒരു 2 പിടിയോളം തേങ്ങ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി വേണം, അതുപോലെ മുളക് പൊടി വേണം, ചെറിയ ഉള്ളി വേണം കേട്ടോ. ഒരു 2-3 ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയുടെ അളവങ്ങ് ഒരുപാട് കൂട്ടണ്ട, എന്നാൽ 2 പിടിയോളം ചേർക്കാൻ വേണം. ഇതിനകത്തേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ലെവൽ ചെയ്തെടുക്കുക, ചെറിയ ടീസ്പൂണാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂണിൽ താഴെ മതിയാവും മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു 2-3 ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം. ഒരുപാടങ്ങ് പേസ്റ്റ് ആകണ്ട, എന്നാൽ അത്യാവശ്യം നന്നായിട്ട് അരഞ്ഞ് കിട്ടുകയും വേണം. ആ ഒരു പരുവം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. അപ്പോൾ എന്താ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ആ പുളിവെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, എന്നാൽ ഉടഞ്ഞു പോയിട്ടുമില്ല. ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. നമുക്ക് എത്രത്തോളം ലൂസാക്കി എടുക്കണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ആ മിക്സിയുടെ ജാറ് തന്നെ കഴുകി കുറച്ച് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമൊന്നുമല്ല കേട്ടോ, പച്ചവെള്ളം തന്നെയാണ്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ചുകൂടെ തിക്കാണ് കേട്ടോ, ഇരിക്കുമ്പോൾ ഒന്നുകൂടി കുറുകും. കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉലുവാപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു നുള്ള ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം, മറക്കരുത് കേട്ടോ. വറുത്ത് പൊടിച്ച പൊടിയാണെങ്കിൽ. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, പുളിയൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഒരുപാടിട്ടൊക്കെ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത്യാവശ്യം ഒന്ന് തിളയ്ക്കണം. ആ ഒരു അരപ്പിൻ്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറണം, അത്രയേ ഉള്ളൂ. പുളി ഉപ്പുമൊക്കെ ചെക്ക് ചെയ്തിട്ട് എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു ചെറിയ തക്കാളി, ഒരുപാട് വലിയ തക്കാളിയൊന്നുമില്ല, ഒരു ചെറിയ തക്കാളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി എടുക്കണം കേട്ടോ. ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് തിളക്കട്ടെ. ഒരുപാടിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാലും ആ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ട് അത്യാവശ്യം തിളപ്പിക്കുക, അത്രയും ചെയ്താൽ മതിയാവും. ഒത്തിരി ഇട്ട് വെട്ടി തിളപ്പിച്ച് എടുക്കരുത് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒരിത്തിരി കൂടി തിക്കാണോ, ലേശം വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കാരണം ഇരിക്കുമ്പോൾ അത് കുറുകാനുള്ള ചാൻസ് ഉണ്ട്. എരിവൊക്കെ ചെക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കണ്ടോ, ഈ ഒരു കളറായിരിക്കണം
നമുക്ക് ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ. മുളക് പൊടിയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഈ ഒരു കളറ് മാറിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയിട്ട് മുളക് പൊടിയുടെ അളവ് കുറയ്ക്കാം. ഉപ്പ് കുറവാണ് കേട്ടോ, ഞാൻ ഇത്തിരി കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തിളച്ച് വരുമ്പോൾ ഇളക്കി കൊടുത്ത് നന്നായിട്ട് ആ ഒരു അരപ്പിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറ്റിയെടുക്കാം. ഈ ഒരു കളറായിരിക്കണം ഈ കറിക്ക്, അപ്പോഴാണ് ശരിക്കും ആ ഒരു ടേസ്റ്റ് കറക്റ്റ് ആവുക. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നല്ലപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഒരു ഇത്തിരി നേരം ലോ ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കുക. അത്രയും മതിയാവും. ഒരുപാട് ഇട്ട് വെട്ടി തിളപ്പിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും. വെണ്ടയ്ക്ക കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരെല്ലാം ഒന്ന് കണ്ടു നോക്കുക, പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതിയാകും. അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് ഇട്ട് വെട്ടി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടോ, നമ്മുടെ വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മതിയാവും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ, അതുകൂടെ ചേർക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. ഒരു 8-10 ചെറിയുള്ളിയോളം എടുത്തിട്ട് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. നല്ല നൈസായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ട് മാറ്റി വയ്ക്കാം. അത് ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ആ കറിക്കുള്ള കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്കൊരു പാൻ വയ്ക്കാം. പാൻ ചൂടാകുമ്പോഴേക്കും വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് ഒരു നുള്ള് ഉലുവ ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ഉലുവ വറുത്ത് പൊടിച്ച് പൊടിയുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് ആ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി, ഇത് തിളയ്ക്കുന്ന സമയത്ത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കടുക് വറുക്കുന്ന സമയത്ത് 1-2 നുള്ള് ഉലുവ കൂടി വറുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ചേർത്തിട്ട് ഒരുപാട് അങ്ങ് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും, അതുപോലെ ആ ഒരു കയ്പ്പ് രസം വരും. ഫ്ലെയിം കുറച്ച് വെച്ച് കുറച്ച് സമയം എടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് മൂത്ത് കളറൊന്ന് ചേഞ്ചായി വരുമ്പോഴേക്കും നമുക്കിനകത്തേക്ക് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളക് 2ആയിട്ട് കട്ട് ചെയ്ത് കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മതിയാവും. ഈ ഒരു കളറ് മതി. ഇതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറി ഓൾറെഡി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഫ്ലെയിം ഓണാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ ഒരു കളറാവണം കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെയാണ് അതിന്. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുക, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും. ട്രൈ ചെയ്യാൻ മറക്കരുത്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.